ഇത് റേഡിയോ ജൻവാണി 90.8 മെഗാഹെർട്സ് മലയാളത്തിന്റെ മധുരതരംഗം. ഇപ്പോൾ വാരാന്ത്യ ലോക വൃത്താന്തം കേൾക്കാം. പ്രൊഫസർ ജെ ജേക്കബ് അവതരിപ്പിക്കുന്നു. വാരാന്ത്യ ലോക വൃത്താന്തം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോകവൃത്താന്തത്തിലേക്ക് സ്വാഗതം. വെള്ളിയാഴ്ച ഭാരതം 89ാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. നമ്മോടൊപ്പം സ്വാതന്ത്ര്യം നേടിയ പാകിസ്ഥാൻ, ശ്രീലങ്ക, ഇന്നത്തെ മ്യാൻമർ തുടങ്ങിയ രാജ്യങ്ങളെക്കാൾ വളരെ മുന്നിലാണ് ഭാരതം. ജനാധിപത്യം നിലനിർത്താൻ കഴിഞ്ഞു എന്നതാണ് നമ്മുടെ ഏറ്റവും അഭിമാനകരമായ നേട്ടം. ഒരു ഭേദഗതിയിലൂടെ നമ്മൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ മതേതരത്വം എന്ന വാക്ക് നീക്കം ചെയ്യണം എന്ന ആവശ്യം പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നു. മതസ്വാതന്ത്ര്യം നിയന്ത്രിക്കാനായി പല സംസ്ഥാനങ്ങളും പുതിയ നിയമങ്ങൾ പാസാക്കുകയും അതിൻ്റെ മറവിൽ ന്യൂനപക്ഷ മതങ്ങളിൽ നിന്നുള്ളവരെ പീഡിപ്പിക്കുകയും ചെയ്യുന്നു. നീതിപീഠം ഭരണകൂടത്തിനനുകൂലമായി വിധി പ്രസ്താവിക്കുന്നതായി ആരോപണങ്ങൾ ഉണ്ടാകുന്നു. ഏറ്റവും ഒടുവിലായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷപാതപരമായി പെരുമാറുന്നു എന്ന ആരോപണവും നമ്മൾ കേൾക്കുന്നു. ഭരണഘടനയാണ് ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ അടിത്തറ. ജനിച്ച മണ്ണിൽ സമഭാവനയോടെ സ്വതന്ത്രരായി ജീവിക്കാനുള്ള അവകാശം ഉറപ്പു നൽകുന്നത് ഭരണഘടനയാണ്. ഈ ഭരണഘടന സംരക്ഷിക്കേണ്ടത് എല്ലാ പൗരന്മാരുടെയും ഉത്തരവാദിത്വമാണ്. വെള്ളിയാഴ്ച അമേരിക്കയിലെ അലാസ്ക എന്ന സംസ്ഥാനത്ത് വച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ചായിരിക്കും ചർച്ചകൾ എന്ന് അമേരിക്ക തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും ചില പ്രദേശങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറാകണം എന്ന സൂചനയും അമേരിക്ക നൽകിയിട്ടുണ്ട്. 2014 മുതൽ 25 വരെ നടന്ന യുദ്ധത്തിൽ തങ്ങളിൽ നിന്നും പിടിച്ചെടുത്ത എല്ലാ പ്രദേശങ്ങളും മടക്കി നൽകണം എന്ന നിലപാടിലാണ് ഉക്രൈൻ. മുഴുവൻ പ്രദേശങ്ങളും മടക്കി നൽകാൻ കഴിയില്ല എന്ന് റഷ്യ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉക്രൈനിന് നാറ്റോയിൽ അംഗത്വം നൽകരുത് എന്നാണ് റഷ്യ ആദ്യം മുതൽ ഉന്നയിക്കുന്ന മറ്റൊരാവശ്യം. ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ കൂടി ഉൾപ്പെടുത്തി ത്രികക്ഷി ചർച്ചകൾ നടത്തണം എന്നാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ആവശ്യപ്പെടുന്നത്. ഈ ആവശ്യം പരിഗണിക്കും എന്ന സൂചനയാണ് വൈറ്റ് ഹൗസ് നൽകുന്നത്. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല എന്ന് ഭാരത സർക്കാർ വ്യക്തമാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് ട്രംപ് നികുതി വർധനവ് പ്രഖ്യാപിച്ചത്. ഇന്ത്യ റഷ്യ സഹകരണം വർദ്ധിക്കുന്നത് തങ്ങൾക്ക് ഭീഷണിയാകും എന്നാണ് ട്രംപിന്റെ വിലയിരുത്തൽ. റഷ്യയുമായുള്ള ഇന്ത്യയുടെ സഹകരണത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. കാശ്മീർ വിഷയത്തിലും ബംഗ്ലാദേശ് യുദ്ധത്തിലും റഷ്യയുടെ പിന്തുണ ഇന്ത്യക്കായിരുന്നു. പാകിസ്ഥാനും ബംഗ്ലാദേശിനും അനുകൂലമായ നിലപാടാണ് പലപ്പോഴും അമേരിക്ക സ്വീകരിക്കുന്നത്. വ്യാപാര രംഗത്തും പ്രതിരോധ മേഖലയിലും ഇന്ത്യ അമേരിക്ക സഹകരണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. തന്മൂലം ഈ രണ്ടു രാജ്യങ്ങളെയും പൂർണ്ണമായും തള്ളാനോ കൊള്ളാനോ ഇന്ത്യക്ക് കഴിയില്ല. പ്രതിരോധ മേഖലയിലെ സഹകരണം വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അമേരിക്ക സന്ദർശനം ആസൂത്രണം ചെയ്തത്. നികുതി വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് ഈ സന്ദർശനം ഉപേക്ഷിച്ചിരിക്കുകയാണ്. ചൈനയും റഷ്യയുമായുള്ള ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങളും പുരോഗമിക്കുന്നു. ഫ്രാൻസ്, ഇംഗ്ലണ്ട്, കാനഡ തുടങ്ങിയ രാജ്യങ്ങൾ
പാലസ്തീന് രാഷ്ട്രപദവി നൽകുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ആഴ്ചയിൽ ഓസ്ട്രേലിയയും ഇതുപോലെയുള്ള ഒരു പ്രഖ്യാപനം നടത്തി. ഒന്നാം ലോക യുദ്ധാനന്തരം മാൻഡേറ്റ് ലഭിച്ച സ്ഥലങ്ങൾ രണ്ടായി വിഭജിച്ച് പാലസ്തീനികൾക്കും യഹൂദന്മാർക്കും നൽകിയതിനു ശേഷമാണ് 1948 ബ്രിട്ടൻ മധ്യേഷ്യയിൽ നിന്നും പിൻവാങ്ങിയത്. യഹൂദന്മാർക്ക് ലഭിച്ച സ്ഥലങ്ങൾ ആ വർഷം തന്നെ ഇസ്രായേൽ എന്ന രാഷ്ട്രമായി മാറി. എന്നാൽ ഈ നേട്ടം കൈവരിക്കാൻ പാലസ്തീനികൾക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. 1948 ആരംഭിച്ച പോരാട്ടങ്ങൾ തുടരുകയാണ്. നേരത്തെ പാലസ്തീനു വേണ്ടി അടയാളപ്പെടുത്തിയിരുന്ന പല പ്രദേശങ്ങളും ഇസ്രായേൽ പിടിച്ചെടുത്തു. ഇസ്രായേൽ ആക്രമണത്തെ വംശഹത്യയായിട്ടാണ് അമേരിക്ക ഒഴികെയുള്ള ലോകരാഷ്ട്രങ്ങൾ വിശേഷിപ്പിക്കുന്നത്. യൂറോപ്പിലെ അമേരിക്കയുടെ സഖ്യകക്ഷികൾ പാലസ്തീനെ അംഗീകരിക്കുന്നതിലൂടെ അമേരിക്കയോടുള്ള എതിർപ്പാണ് പരസ്യമായി പ്രഖ്യാപിക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിച്ചത് താനാണെന്ന് ഈ ആഴ്ചയിലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടു. പാകിസ്ഥാന്റെ അഭ്യർത്ഥന അനുസരിച്ച് ഓപ്പറേഷൻ സിന്ദൂർ സ്വമേധയാ അവസാനിപ്പിക്കുകയായിരുന്നു എന്നും ഒരു വിദേശ രാജ്യത്തിൻ്റെയും ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നും പല പ്രാവശ്യം ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. സൈനിക നടപടി മൂലം പാകിസ്ഥാന് 6 വിമാനങ്ങളെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇന്ത്യയുടെ വ്യോമസേനാ മേധാവി വെളിപ്പെടുത്തിയത്. ഇതും വിവാദമായി. ഒരു വിമാനം പോലും നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് പാകിസ്ഥാൻ സൈനിക മേധാവി പ്രതികരിച്ചത്. ഇതോടൊപ്പം തന്നെ പാകിസ്ഥാൻ ഒരു ആണവ ശക്തിയാണെന്നും ആവശ്യമെങ്കിൽ ആണവായുധങ്ങൾ ഉപയോഗിക്കുമെന്ന ഭീഷണിയും മുഴക്കി. അമേരിക്കൻ സന്ദർശനത്തിനിടയിലാണ് പാകിസ്ഥാൻ സൈനിക മേധാവി ഇന്ത്യക്കെതിരെയുള്ള പ്രസ്താവന നടത്തിയത്. ഈ സൈനിക മേധാവിയെയാണ് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഫീൽഡ് മാർഷൽ പദവി നൽകി ആദരിച്ചത്. കാലത്ത് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തിയ ആക്രമണത്തിൽ ഇറാന്റെ ആണവ നിലയങ്ങൾ തകർന്നു എന്നായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ അവകാശവാദം. എന്നാൽ ആണവ നിലയങ്ങൾ വീണ്ടും പ്രവർത്തന സജ്ജമാക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾക്കായി അന്താരാഷ്ട്ര ആണവ ഏജൻസിയുടെ പ്രതിനിധികൾ ഈ ആഴ്ചയിൽ ഇറാൻ സന്ദർശിച്ചു. ഈ സംഘത്തെ ആണവ നിലയങ്ങൾ കാണാൻ അനുവദിക്കില്ല എന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാൻ ആറ്റം ബോംബ് നിർമ്മാണത്തിനടുത്തുവരെ എത്തി എന്ന് അന്താരാഷ്ട്ര ആണവ ഏജൻസി റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഇറാനെ ആക്രമിച്ചത്. അന്താരാഷ്ട്ര ആണവ ഏജൻസിയുടെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി ആണവ നിലയങ്ങളുടെ പ്രവർത്തനങ്ങൾ തുടരാനാണ് ഇറാന്റെ ശ്രമം. ഈ ചർച്ചകൾ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ശത്രുത അവസാനിപ്പിക്കാൻ വഴിയൊരുക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചൈന അമേരിക്ക വ്യാപാര യുദ്ധം അവസാനിപ്പിക്കാനല്ല തുടരാനാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശ്രമിക്കുന്നത്. അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ 145% വർദ്ധിപ്പിച്ചതിനെ തുടർന്നാണ് മെയ് മാസത്തിൽ ഈ യുദ്ധം ആരംഭിച്ചത്. അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ 125% വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ചൈന പ്രതികരിച്ചത്. ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്ന ചർച്ചയെ തുടർന്ന് പകരച്ചുങ്കം 10% കുറയ്ക്കാമെന്ന് ചൈനയും 30% കുറയ്ക്കാമെന്ന്
അമേരിക്കയും സമ്മതിച്ചു. എന്നാൽ ഓഗസ്റ്റ് 12 വരെ ഈ വർധനവ് മരവിപ്പിക്കാനും തീരുമാനിച്ചിരുന്നു. 90 ദിവസത്തേക്ക് ഇപ്പോഴത്തെ സ്ഥിതി തുടരാനാണ് ഏറ്റവും പുതിയ തീരുമാനം. അമേരിക്കയുടെ ഉപരോധം അവഗണിച്ച് ഇന്ത്യയെപ്പോലെ ചൈനയും റഷ്യയിൽ നിന്നാണ് എണ്ണ വാങ്ങുന്നത്. റഷ്യയുമായുള്ള എണ്ണ കച്ചവടത്തിൻ്റെ പേരിലാണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ നികുതി 25% വർദ്ധിപ്പിച്ചത്. ഗാസയിൽ ഈ ആഴ്ചയിൽ ഇസ്രായേൽ സൈനികർ നടത്തിയ ആക്രമണത്തിൽ അൽ ജസീറയുടെ 5 പത്രപ്രവർത്തകർ കൊല്ലപ്പെട്ടു. ഈ പത്രപ്രവർത്തകരുടെ ടെന്റിനു നേരെയായിരുന്നു ആക്രമണം. ഇതിൽ ഒരാൾ ഹമാസിന്റെ പോരാളിയാണ് എന്നാണ് ഇസ്രായേലിന്റെ വിശദീകരണം. ഹമാസ് ഇസ്രായേൽ സംഘർഷത്തിന്റെ വാർത്തകൾ പുറം ലോകത്തിന് നൽകുന്ന അൽ ജസീറ എന്ന മാധ്യമം ഇസ്രായേലിന്റെ കണ്ണിലെ കരടാണ്. കൊല്ലപ്പെട്ടവരിൽ ഒരാൾ ഹമാസിന്റെ പോരാളിയായിരുന്നു എന്ന് സ്ഥിരീകരിച്ചതിൽ നിന്നും ഇത് കരുതിക്കൂട്ടിയുള്ള ഒരു കൊലപാതകമായിരുന്നു എന്നാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. 22 മാസമായി തുടരുന്ന ആക്രമണത്തിൻ്റെ ഫലമായി ഗാസ നഗരം തകർന്നു തരിപ്പണമായി. ഭക്ഷണ പദാർത്ഥങ്ങളുമായി വരുന്ന വാഹനങ്ങളെ ഗാസയിൽ പ്രവേശിക്കാൻ ഇസ്രായേൽ സൈനികർ അനുവദിക്കുന്നില്ല. പട്ടിണി മരണങ്ങൾ ഇവിടെ തുടർക്കഥയാകുന്നു. അമേരിക്കയും ഖത്തറുമായി ചേർന്ന് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം ഈജിപ്ത് മാധ്യമങ്ങളെ അറിയിച്ചത്. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ഇടപെട്ടതിനെ തുടർന്ന് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ വലിയൊരു പ്രതിസന്ധി അവസാനിച്ചു. സെർച്ച് കമ്മിറ്റി നൽകുന്ന പാനലിൽ നിന്നും വൈസ് ചാൻസലർ നിയമനത്തിനുള്ള 3 അപേക്ഷകരുടെ പേരുകളാണ് സംസ്ഥാന സർക്കാർ നിയമനാധികാരിയായ ചാൻസലർക്ക് സമർപ്പിക്കുന്നത്. ഇതിൽ ഒരാളെയാണ് വൈസ് ചാൻസലറായി ചാൻസലർ സാധാരണ നിയമിക്കുന്നത്. സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധികളെ അയക്കാൻ ഇക്കുറി സർവകലാശാലകൾ തയ്യാറായില്ല. തന്മൂലം സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാനോ വൈസ് ചാൻസലർ നിയമനം നടത്താനോ കഴിയാത്ത സ്ഥിതിയുണ്ടായി. സംസ്ഥാന സർക്കാരിനും വൈസ് ചാൻസലറായ ഗവർണർക്കും ഈ വിഷയത്തിൽ സമവായത്തിലെത്താൻ കഴിഞ്ഞില്ല. ഇതേ തുടർന്നാണ് കേസ് സുപ്രീം കോടതിയിൽ എത്തിയത്. സെർച്ച് കമ്മിറ്റി രൂപീകരണത്തിന്റെ ചുമതല സുപ്രീം കോടതി ഏറ്റെടുത്തു. ഗവർണറും സംസ്ഥാന സർക്കാരും 4 പേരുകൾ വീതം നൽകണം. ഇവയിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന 4 പേരെയും UGC പ്രതിനിധിയെയും ചേർത്ത് സുപ്രീം കോടതി സെർച്ച് കമ്മിറ്റി രൂപീകരിക്കും. ട്രംപ് പ്രഖ്യാപിച്ച അധിക ചുങ്കം ചൈനയുമായുള്ള സഹകരണം വർദ്ധിപ്പിക്കാൻ ഇന്ത്യക്ക് അവസരം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പകരച്ചുങ്കം ഇന്ത്യയുടെയും ചൈനയുടെയും വിദേശ വ്യാപാരത്തെ വലിയ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ഇന്ത്യയെ അപേക്ഷിച്ച് മൃദുവായ സമീപനമാണ് ചൈനയോട് ട്രംപ് സ്വീകരിക്കുന്നത്. എന്നിട്ടും ഇവർക്ക് ഇതുവരെ ഒരു സമവായത്തിൽ എത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ പ്രഖ്യാപനം വന്നതിനെ തുടർന്ന് ഇന്ത്യക്ക് അനുകൂലമായ നീക്കങ്ങളാണ് ചൈന നടത്തുന്നത്. ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന യൂറിയയുടെ മേൽ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ ചൈന പിൻവലിച്ചു. ചൈനീസ് പൗരന്മാർക്ക് വിസ നൽകുന്ന നടപടിക്രമങ്ങൾ ഇന്ത്യ ലഘൂകരിച്ചു. ഇരു രാജ്യങ്ങളെയും നേരിട്ട് ബന്ധിപ്പിക്കുന്ന വ്യോമഗതാഗതം പുനഃസ്ഥാപിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഷാങ്ഹായ് ഉച്ചകോടിയിൽ നരേന്ദ്രമോദി പങ്കെടുക്കുമെന്നും ഷീ ജിൻപിങ്ങുമായി നേരിട്ട് ചർച്ചകൾ നടത്തും എന്നുമാണ് പ്രതീക്ഷിക്കുന്നത്. പകരച്ചുങ്കത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ ചൈന സഹകരണം വർദ്ധിക്കുന്നത് ട്രംപിന് വെല്ലുവിളിയാകും എന്നാണ് പലരുടെയും പ്രവചനം. വാരാന്ത്യ ലോക വൃത്താന്തം.
തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ജെ ജേക്കബ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജൻവാണി 90.8 കമ്മ്യൂണിറ്റി FM. അറിയേണ്ടതും കേൾക്കേണ്ടതും മാത്രം.